ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലോണേവാല ഹിൽ സ്റ്റേഷനാണ്. ആ വഴി ട്രെയിൻ കണ്ടപ്പോൾ തന്നെ മോന് നാട്ടിൽ പോകണമെന്നായി. ഈ ട്രിപ്പിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഫ്ലാഗ് തന്നെയായിരുന്നു കേട്ടോ. ഞാനും കുഞ്ഞും ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഫ്ലാഗ് കാണുന്നത്. 2 വർഷത്തെ പ്ലാനിങ് ആയിരുന്നു ഈ ലോണേവാല ട്രിപ്പ്. പക്ഷെ ഇപ്പോഴാണ് അതൊന്ന് സാധിച്ചത്. പോകുന്ന വഴി ആടുകൾ റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ച മനോഹരമായിരുന്നു. പക്ഷേ അൺസൈക്കബിൾ സ്മെല്ലും. ജൂൺ ടു സെപ്റ്റംബർ പീരീഡാണ് ലോണേവാല ട്രിപ്പിന് പറ്റിയ സമയം. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പിൽ പൊതിച്ചു നിൽക്കുന്ന മലനിരകളും വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റ്സുമാണ് പ്രധാന അട്രാക്ഷൻ. പക്ഷെ ഞങ്ങൾ പോകുന്നതിന് 2-3 ദിവസം മുന്നേ മഴയില്ലായിരുന്നതുകൊണ്ട് തന്നെ വാട്ടർഫാൾസ് ഒന്നും കാണാൻ പറ്റിയില്ല. ഇതിൽ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങൾ കളിച്ചും ചിരിച്ചും യാത്ര തുടർന്നു. 19 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. കാവടി തുള്ളിപ്പോയ ഡേനു പകുതി വഴി എത്തിയപ്പോഴത്തേക്കും വൊമിറ്റ് ചെയ്ത് ആൾ ഓഫായി. എന്നാൽ പിന്നെ ഇവിടുത്തെ റോഡിന്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാന്ന് വെച്ചപ്പോഴേക്കും മുംബൈ പൂനെ എക്സ്പ്രസ് വേ ടോൾ എത്തി. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് 6 ലൈൻ കോൺക്രീറ്റ് ടോൾഡ് എക്സ്പ്രസ് വേ ആണിത്. കാണുന്നതാണ് സഹയാദ്രി പർവ്വത നിരകൾ. ലോണേവാല പോകുന്ന വഴിക്ക് 2 ടണൽസ് ആണുള്ളത്. കാംഷേഡ് ടണൽ 1ഉം കാംഷേഡ് ടണൽ 2ഉം. ഇത് കാംഷേഡ് ടണൽ 2 ആണ്. ഇതിന്റെ നീളം വരുന്ന 1.7 കിലോമീറ്റർ ആയിരുന്നു. ടണലിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഉള്ള വ്യൂ അതിമനോഹരമായിരുന്നു. അതൊന്ന് ആസ്വദിച്ച് വന്നപ്പോഴേക്കും നമ്മൾ കാംഷേഡ് ടണൽ 1ലേക്ക് കയറി. പോയിട്ടും ടണൽ അവസാനിക്കുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് 9.7 കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു. ചൂട് ചായ ഊതി കുടിക്കാനായിരുന്നു ഗുപ്തന് ഇഷ്ടം. പക്ഷെ ക്യാമറ കണ്ടാൽ എൻ്റെ ഗുപ്തൻ കുഞ്ഞിന് നാണം വരും. ഉറങ്ങി എണീറ്റ് എന്തോ ഒരു ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേനു. പൂനെയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ഇവിടുത്തെ ചായയുടെ ക്വാണ്ടിറ്റി. നാട്ടിലും വീട്ടിലും അണ്ടാവിൽ ചായ കുടിക്കുന്ന എനിക്ക് ഇവരുടെ ചായ നാവിൽ പറ്റാൻ പോലും ഇല്ല. ഇത്രയ്ക്ക് വലിയ ഗ്ലാസ്സിലാണ് തരുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വടാപ്പാവ് കഴിക്കാൻ എന്നെ പഠിപ്പിക്കുന്ന കെട്ടിയോനെയാണ്. വണ്ണ് പോലെ ഇരിക്കുന്ന പാവ ഓപ്പൺ ചെയ്ത് അവർ തന്ന എന്തോ പൊടിയും വാരി വിതറി മുളക് വറുത്തതും നമ്മുടെ കിഴങ്ങുബജി പോലുള്ള വടയും വെച്ചിട്ട് ബർഗർ പോലെ ആക്കിയതാ ഇങ്ങനെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഞങ്ങൾ യാത്ര തുടർന്നു. ലോണേവാല എത്തി അവിടുന്ന് ചേട്ടൻ്റെ ഫ്രണ്ടിനെയും ഫാമിലിയെയും കൂട്ടി വീണ്ടും ഒരു ചായ കൂടി. സ്നാക്സ് ആയിട്ട് അവിടുത്തെ സ്പെഷ്യൽ കോൺ പക്കോടയും. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം കാണുന്നത്. യൂഷ്വലി സ്വീറ്റ് കോൺ ഇഷ്ടമല്ലാത്ത ഞാൻ പോലും അതിൻ്റെ ഫാനായി. തീറ്റയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ കാണുന്നതാണ് എയർഫോഴ്സ് ഡാം. 1883 ബ്രിട്ടീഷുകാർ പണിതതാണ്. ഡാമിൽ വെള്ളം കുറവാണെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതാണ് ശരിക്കും മഴ പെയ്ത് നിറഞ്ഞൊഴുകുന്ന ഡാമിന്റെ കാഴ്ച. ഇനി അത് കാണാൻ ഒരു വരവും കൂടെ വരേണ്ടി വരും. എന്തായാലും വെള്ളം കുറവായതുകൊണ്ട് സമാധാനമായി മോനെ വെള്ളത്തിൽ കളിക്കാൻ വിട്ടു. ചേട്ടന്റെ കുഞ്ഞും ഉണ്ടായിരുന്നു. 2 പേരും നന്നായി വെള്ളത്തിൽ കളിച്ച് രസിച്ചു. ഇതാണ് ലയൺസ് പോയിന്റ്. ഈ കാണുന്നതാണ് വെസ്റ്റേൺ ഗാർഡ്സും അതിന്റെ വാലീസും. ആ കാണുന്നതാണ് ബുഷി ഡാം. നേരം സന്ധ്യ ആയതുകൊണ്ടും ചേട്ടന് നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ഈ കാണുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബുഷി ഡാം. ഡാമിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഈ കാണുന്ന മേസൺട്രി വോളാണ്. മേ ബി എൻ്റെ ഉള്ളിലെ സിവിൽ എഞ്ചിനീയർ ഉണർന്നതാവാം. അത്രയ്ക്ക് ഭംഗിയുള്ള കൺസ്ട്രക്ഷൻ ആയിരുന്നു. അടിമാലി തൊട്ട് മൂന്നാർ വരെ നിറയെ റിലേറ്റീവ്സ് ഉള്ളതുകൊണ്ടും കുഞ്ഞിലെ തൊട്ട് ഡാമുകളും വ്യൂ പോയിന്റ്സും കണ്ടു വളർന്നതുകൊണ്ടും ലോണേവാല എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും നൽകിയില്ല. മേ ബി ഞങ്ങൾ പോയ സമയം ശരിയല്ലാത്തതുകൊണ്ടും ആവാം. പക്ഷെ ആദ്യമായി മൈഗ്രെയിനോ വൊമിറ്റിംഗ് ടെംപ്റ്റേഷനോ ഇല്ലാത്ത യാത്ര ആയതുകൊണ്ട് തന്നെ നന്നായി ആസ്വദിക്കാൻ പറ്റി. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമന്റ്, ലൈക്ക്. ഗുഡ് ബൈ.